നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു നെല്ലിക്കയുടെ റെസിപ്പിയാണ് ഇന്നത്തേത്. ഒരുപാട് നെല്ലിക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലൊന്ന് തയ്യാറാക്കി വെച്ച് നോക്കൂ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 3/4 കിലോയോളം നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് നന്നായിട്ടിത് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഇതുപോലെ ഒരു തട്ട് വെച്ചതിന് ശേഷം നെല്ലിക്ക അതിന് മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഒരുപാട് സമയമൊന്നും ആവി കയറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നെല്ലിക്ക ഒന്ന് സോഫ്റ്റായി പൊട്ടി വരുന്നത് വരെ വേണം ആവി കയറ്റിയെടുക്കാനായിട്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും മുടി കൊഴിച്ചിലൊക്കെ മാറി നല്ല കാട് പോലെ മുടി വളരാനും അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ നെല്ലിക്ക കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അതുപോലെ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും ഒക്കെ നെല്ലിക്ക കഴിക്കാം. അപ്പോൾ ഇതാ ചൂടാറിയതിന് ശേഷം നമുക്കിത് കുരു കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അകാല നര വരാതിരിക്കാനും നമ്മുടെ സ്കിന്ന് നല്ല തിളക്കമുള്ളതാകാനും ഒക്കെ നെല്ലിക്ക സഹായിക്കുന്നു. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പച്ച നെല്ലിക്ക കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇത് ഒരു സ്പൂൺ ദിവസവും കഴിച്ചാൽ മതി. അപ്പോൾ ഇതാ ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതിയാകും. ഇത് നമുക്ക് കുറുക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അത് മുഴുവൻ വറ്റി കിട്ടുന്നത് വരെ നമ്മൾ അടുപ്പ് കത്തിക്കേണ്ടി വരും. അപ്പോൾ 2 ബാച്ചായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഓറഞ്ചിലുള്ളതിനേക്കാൾ 20 ഇരട്ടി വൈറ്റമിൻ സി നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഇത് കൂടാതെ വൈറ്റമിൻ ബിയും കാൽഷ്യവും അയണും ഒക്കെ ധാരാളമായി നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട്. 2 ബാച്ചായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് പൊടിച്ചെടുക്കാനുണ്ട്. കുറച്ച് ഏലക്ക മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു കഷ്ണം പട്ട ചേർക്കാം. ഇനി വേണ്ടത് കുറച്ച് അയമോദകമാണ്. 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്ത് വരാം. ഇതെല്ലാം കൂടി പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് മുകളിലുള്ള ഏലക്കയുടെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്കയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ 1 സ്പൂൺ ഇത് കൊടുത്താൽ മതി. ഒരുപാട് നല്ലതാണ് കേട്ടോ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണിത്. അപ്പോൾ ഇനി നമുക്ക് മധുരത്തിനായിട്ടുള്ള ശർക്കര പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് ശർക്കരപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 2 നുള്ള് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. ശർക്കരയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ശർക്കര പൊടി ചേർക്കാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. നമ്മൾ ശർക്കര ഉരുക്കിയെടുത്ത് ചേർക്കാവുമ്പോൾ ആ വെള്ളവും കൂടി വറ്റി വരുന്നത് വരെ നമ്മൾ ഇത് കുറുക്കിയെടുക്കേണ്ടതായിട്ട് വരും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ ചുക്കുപൊടി കൂടി ചേർക്കാം. ഇനി ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഇതൊന്ന് കുറുകി വരണം. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതുപോലെ ഡാർക്ക് കളറായി വരും. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അംശം മുഴുവനായിട്ട് മാറുന്നത് വരെ ഇതുപോലെ ഇത് പുറത്തേക്ക് തെറിച്ചുകൊണ്ടേയിരിക്കും. കയ്യിലേക്കൊക്കെ തെറിക്കാതെ ഇത് ശ്രദ്ധിക്കണം. കയ്യിലേക്ക് തെറിച്ചാൽ കൈ പൊള്ളും. അതുകൊണ്ട് ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ കയ്യിലൊരു തുണിയോ ഒക്കെ ചുറ്റിയതിന് ശേഷം വേണം ഇതിങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട്. ശർക്കരയൊക്കെ നമ്മൾ മെൽറ്റ് ചെയ്ത് ചേർക്കാകുമ്പോൾ എന്തായാലും വെള്ളം ഒഴിച്ചിട്ടാണല്ലോ മെൽറ്റ് ചെയ്യുക. അപ്പോൾ അത് മുഴുവനായിട്ടും വറ്റി വരുന്നത് വരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ടതായിട്ട് വരും. ശർക്കര പൊടി ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ടൊന്ന് കുറുകി കട്ടിയായി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമ്മൾ നെല്ലിക്ക അരയ്ക്കുന്ന സമയത്ത് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തതേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് വറ്റി കുറുകി വരേണ്ട താമസം മാത്രമേ ഉള്ളൂ. വെള്ളത്തിൻ്റെ അംശം മുഴുവനും വറ്റിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല. ഒരുപാട് കാലം പുറത്ത് തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി കട്ടിയായി ഇതുപോലെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു പേപ്പർ കൊണ്ടോ അടച്ചു വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ആവി വെള്ളം ഇതിനുള്ളിലേക്ക് വീണിട്ട് ഇത് കേടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഒട്ടും തന്നെ നനവില്ലാത്ത ഉണങ്ങിയ ബോട്ടിലേക്ക് വേണം ഇത് സ്റ്റോർ ചെയ്യാനായിട്ട്. അതുപോലെ നമ്മൾ ഇത് എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണൊക്കെ ഒട്ടും തന്നെ നനവില്ലാത്തതായിരിക്കണം.
നനഞ്ഞ സ്പൂണൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് കേടുവരും. അപ്പോൾ ഇത് 2 ബോട്ടിലാണ് ഞാനിത് സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും എല്ലുകളുടെയൊക്കെ ആരോഗ്യത്തിനും നല്ലപോലെ മുടി വളരാനും ഒക്കെ ഇത് 1 സ്പൂൺ ദിവസവും കഴിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നെല്ലിക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് വെച്ചോളൂ. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. ബൈ ബൈ.